ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ ആരും പോലെ. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഫോട്ടോ റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യാനായിട്ട് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് ആവശ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. XML ഫയൽ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിൽ 6-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 28-ാം തീയതിയാണ് ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ 3Dയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രം മതി. നമുക്കിത് 3Dയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന 9 ഫോട്ടോസുകൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഫോട്ടോസുകളാണ്. ബാക്കി വരുന്നത് നോർമൽ ഫോട്ടോസുകളും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ടുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഈ കാണുന്ന 9 ഫോട്ടോസുകൾ, അതായത് താഴെ മുതൽ മുകൾ വരെയുള്ള 9 ഫോട്ടോസുകൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസുകളാണ് കൊടുത്തിരിക്കുന്നത്. 9 ഫോട്ടോസുകൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും മുകളിൽ വരുന്നത്, ഫ്രണ്ടിൽ വരുന്നത്. ഏറ്റവും ടോപ്പിൽ കൊടുത്ത് ഏറ്റവും താഴെ ഈ സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും ഏറ്റവും പുറകിൽ വരുന്നത്. അതായത് ഈ ഫോട്ടോയുടെ എല്ലാം പുറകിൽ വരുന്ന ഫോട്ടോ. അത് മനസ്സിലാക്കുക. അതെന്താണ് നമുക്ക് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫോട്ടോ റൂം എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോ റൂം എടുക്കാം. അതിന് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. നെറ്റ് ഓണാക്കിയിരിക്കണം. ഇവിടെ സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഗാലറി ചെല്ലാൻ നേരത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ നോർമൽ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നെറ്റ് ഓണാക്കിയിരിക്കണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാവുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറുന്നതായിരിക്കും. അതിനുശേഷം അത് ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റിയാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലാസിക് എന്നൊരു ഓപ്ഷൻ. അതിനകത്ത് 3ാമത് ട്രാൻസ്പെറൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത PNG ഫോട്ടോ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു 9 ഫോട്ടോസുകൾ നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക. പറഞ്ഞു മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുക. ഞാൻ ഒരു ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ 9 ഫോട്ടോയും കറക്റ്റ് ചെയ്യുക. ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫോട്ടോ ഏറ്റവും ടോപ്പിൽ കൊടുത്ത് നിൽക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇത് വലുതാക്കാനായിട്ട് മൂവ് ആൻഡ് സെലക്ട് ചെയ്യുക. Z ചേഞ്ച് ചെയ്ത് കൊടുക്കുക. Xും Yയും ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും മൂവും അപ്പും എല്ലാം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫോട്ടോ ചെറുതാണെങ്കിൽ 3ാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷനുണ്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം. ഇതുപോലെ 9 ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്ര മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഫോട്ടോയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ ചില ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഫോട്ടോ കാണാൻ സാധിക്കത്തില്ല. കാണുന്ന റെഡ് കളറായിരിക്കും ഫോട്ടോ. നമ്മൾ മൗസ് പോയിന്റ് മാറ്റിയ ശേഷം നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കുള്ളൂ. അത് മാറ്റേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഇവിടെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ. ആ ഫോട്ടോ വരുന്നത് ലാസ്റ്റ് ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ഡേറ്റും എല്ലാം കൊടുത്തിരിക്കുന്ന ടൈമായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ കാണുന്നുണ്ട് റെഡ് കളറായി മാറിപ്പോയിട്ടുണ്ട്. അത് ഓവർലേ വീഡിയോ മുകളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഓവർലേ ഒരു ഫോട്ടോ കിടപ്പുണ്ട്. അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഏറ്റവും ടോപ്പിലോട്ട് പോകുക. ടോപ്പിലോട്ട് പോകുന്ന വേറെ റെഡ് കളർ കാണുന്നുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക. ഹൈഡ് ചെയ്ത് വെച്ച ശേഷം പിന്നീട് നിങ്ങൾ ആ ഫോട്ടോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ മാത്രമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഹൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇത് എഡിറ്റ് ചെയ്ത ശേഷം അൺഹൈഡാക്കി മാറ്റാനും ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നമുക്ക് ഈ എഫക്റ്റുകളൊക്കെ ലഭിക്കത്തില്ല. അതായത് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ കളർഫുള്ളായിട്ട് ലഭിക്കത്തില്ല. മനസ്സിലായല്ലോ? എല്ലാം ചെയ്ത ശേഷം
അൺഹെഡാക്കി മാറ്റുക. ഇപ്പോൾ നമുക്ക് ദുൽഖർ സൽമാൻ്റെ പേര് കൊടുത്തിരിക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ശേഷം എടുക്കുക. താഴെ മാസം കൊടുത്തിട്ടുണ്ട്, ബർത്ത്ഡേ ഡേറ്റ് എന്നാന്ന് വെച്ചാൽ അതും കറക്റ്റായിട്ട് കൊടുക്കുക. വേറെ ഇതിനകത്തൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ആ പേര് മാത്രം ചേഞ്ച് കൊടുക്കുക, ഫോട്ടോയും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് ആ പേരൊന്ന് ചേഞ്ച് ചെയ്യാൻ കാണിച്ചു തരാം. ഇവിടെ ദുൽഖർ സൽമാൻ കോപ്പി കാണുന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ശേഷം എടുക്കുക. അതിനുശേഷം പേര് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. HD ക്വാളിറ്റിയിലാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടായിട്ട് മാറ്റുക. പേരും ചേഞ്ച് ചെയ്ത ശേഷം ഒരു ഫോട്ടോ ഉണ്ട്, ഏകദേശം ഒരു 17 സെക്കൻഡ് 24 മില്ലി സെക്കൻഡിന് ശേഷം 17 സെക്കൻഡ് 24 മില്ലി സെക്കൻഡിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ DQ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഒരു നിക് നെയിം വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്ന. ടൈം പറഞ്ഞാൽ 17 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ് 17 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ്. ആ ടൈമിലാണ് നമുക്ക് ഈ ലാസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ DQ എന്ന് പറയുന്ന ഇതും PNG ഫോട്ടോയാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് എടുക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പറഞ്ഞ് മനസ്സിലല്ലോ. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ DQ എന്നുണ്ട്. DQ മാറ്റി ശേഷം അത് ടോപ്പിലോട്ട് മാറ്റുക. ടോപ്പിൽ മാറ്റാൻ നിങ്ങൾക്ക് യെല്ലോ ലെയർ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക, DQ എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം DQ എന്ന് മാറ്റിയ ശേഷം ഫോർ എക്സാമ്പിൾ മനു എന്നുള്ള പേരാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, മനു എന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. ഈ സൈസ് വലുതായിരിക്കും, ആ സൈസ് നിങ്ങൾ കുറച്ച് കൊടുക്കുക. മനു കാണാൻ സാധിക്കുന്നത് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സൈസ് ഉണ്ട് ഈ 28 PT എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സൈസ് ഇങ്ങനെ മാക്സിമം കുറച്ച് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇവിടെ പേരും കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ മനു എന്നുള്ള പേരും കാണാൻ സാധിക്കുന്നതാണ്. ബാക്കി 22 സെക്കൻഡ് 03 മില്ലി സെക്കൻഡ് മുതൽ ഇതിനകത്ത് നോർമൽ ഫോട്ടോ, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻഡ് വരെ ഈ സെയിം എഫക്റ്റ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, 22 സെക്കൻഡ് 0.3 മില്ലി സെക്കൻഡ് കളർ ആൻഡ് സെലക്ട് ചെയ്യുക, ഗാലറി ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത നോർമൽ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ നേരെ അല്ല എങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. മുകളിൽ കാണുന്നത് ശ്രദ്ധിക്കേണ്ട, അതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത്. ഈ സെൻറ്ററിൽ വരുന്ന ഭാഗം മാത്രമേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കത്തുള്ളൂ. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത ഒരു 5-6 ഫോട്ടോസുകൾ ആഡ് ചെയ്ത് വെക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ ആരുടെ ബർത്ത്ഡേ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മ്യൂസിക്കാണിത്. ഇത് വെച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത പോലെ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോസുകളും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് പ്രിവ്യൂ കാണുന്ന രീതിയിൽ ഒരു വീഡിയോ ലഭിക്കുന്നതാണ്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വിജിലൻസ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.